നമുക്കിന്ന് വൈറലായിട്ടുള്ളൊരു ഫിഷ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് 2.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഓയിലും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി സ്റ്റൗവിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പൊടികളിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി പാൻ ചൂടാക്കി ആ പൊടികളൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു വലിയ ടേബിൾ സ്പൂൺ ചുവന്നുള്ളി, എണ്ണം പറയുക ഒരു 3-4 വെളുത്തുള്ളി, ഒരു 8ഓളം ചുവന്നുള്ളിയും കൂടെ ചതച്ചത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചുവന്നുള്ളി എന്തായാലും ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പകരം സവോള ഉപയോഗിക്കാതിരിക്കുക. ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അതൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പില ഇല്ലാതെ എന്ത് മീൻ കറിയില്ലേ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്, അതൊന്ന് കുതിർത്തിയെടുത്തിട്ട് അതൊന്ന് നല്ല തിക്കായിട്ട് തന്നെ പിഴിഞ്ഞ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുന്ന ഏത് മീനും നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ചാള കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഏത് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ മീൻ ഒന്നെങ്കിൽ വറുക്കോ അല്ലെങ്കിൽ കറി വെക്കാൻ രീതിയിലാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് ഒരു തള വരണ സമയത്ത് നമുക്കിനി മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ പരത്തി വെച്ചു. ഇനി ഇത് നമ്മൾ തിരിച്ചിടുന്നതാണ്, പക്ഷേ എന്നാലും നമ്മളതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്പൂൺ വെച്ച് ഈ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കും. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടും തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. നല്ല ഡീപ്പ് ഫ്രൈ ആവേണ്ടവർക്ക് അങ്ങനെ ചെയ്യും. ഇവിടെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളൊരു വിധം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടോ.